ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് 6 ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും 6 ആക്ടിവിറ്റീസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. അതിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതൻസ് ആൻഡ് സ്പാർട്ട were two major city-states in ancient Greece. പുരാതന ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. ചോദ്യം ഇതാണ്: കംപ്ലീറ്റ് ദി കോൺസെപ്റ്റ് മാപ്പ് ഇൻക്ലൂഡിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട, ദി സിറ്റി സ്റ്റേറ്റ് ഇൻ ആൻഷ്യന്റ് ഗ്രീസ്. പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായിട്ടുള്ള ഏതൻസും സ്പാർട്ടനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പാണ് താഴെ നൽകിയിട്ടുള്ളത്. ഈ മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രീ പോലെയാണ് നൽകിയിട്ടുള്ളത്. 2 ബ്രാഞ്ചസ് ഉണ്ട്, 2 കൊമ്പുകളുണ്ട്. ഒന്ന് ഏതൻസ് ആണ്. അതിൽ ഏതൻസുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഒരു പോയിന്റ് ഡെമോക്രസി എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രാഞ്ചിൽ സ്പാർട്ട എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ അരിസ്റ്റോക്രസി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടെ ഏതൻസുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ്സും എഴുതണം, സ്പാർട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റും എഴുതണം. ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏർലി സ്റ്റേറ്റ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏതൻസിനെ കുറിച്ചും സ്പാർട്ടയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപമുണ്ടായത്. ജനങ്ങൾ അവരുടെ ഭരണാധികളെ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. ഈ ഒരു ഭരണരീതിയാണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഡെമോക്രസി എന്ന് പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ജനാധിപത്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതൻസിലെ രാഷ്ട്രീയ സംഘടനയെ അസംബ്ലി എന്ന് വിളിച്ചു. എല്ലാ പൗരന്മാർക്കും ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് പൗരത്വം ഉണ്ടായിരുന്നില്ല. അവിടെ കലയും സംസ്കാരവും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസമായിരുന്നു. ഇത് നമുക്കൊരു പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. എഡ്യൂക്കേഷൻ ഗിവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് എഴുതാം ഒരു പോയിന്റ്. ഇനി അവിടെ ശക്തമായ നാവികസേനയും സൈന്യവും ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു. സോ നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി എന്ന് കൊടുക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൻസിൽ ഡെമോക്രസി ആണെന്ന്. ഭരിക്കുന്ന ആളെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സ്പാർട്ടയിൽ അരിസ്റ്റോക്രസിയാണ്. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ സമ്പന്നരും ഉയർന്ന കുടുംബങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ ചേർന്ന് ഭരിക്കുന്ന ഭരണരീതിയാണ്. ഈ ഒരു പോയിന്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്, അരിസ്റ്റോക്രസി. സ്പാർട്ടയിലെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ധൈര്യം, അച്ചടക്കം, ശാരീരിക ശക്തി, യുദ്ധ പരിശീലനം എന്നിവ പഠിപ്പിച്ചു. അവരുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച ആചാരങ്ങളും രീതികളും രാജ്യത്തോടുള്ള വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു. സോ സ്പാർട്ടയിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ധൈര്യവും അച്ചടക്കവുമുള്ള നല്ല സൈനികരെ വളർത്തുക എന്നതായിരുന്നു. നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. The main aim of Sparta was to train brave and disciplined soldiers എന്ന്. അവിടെ ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനം നിർബന്ധമായിരുന്നു. സോ അതിനാണ് അവർ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് സ്പാർട്ടനെ കുറിച്ചിട്ടും ഏതൻസിനെ കുറിച്ചിട്ടും കുറച്ചൊരു ഐഡിയ കിട്ടിയല്ലോ, കുറച്ച് വിവരങ്ങൾ കിട്ടിയില്ലേ. നമുക്കിവിടെ ഇനി ഇതിനുള്ള ഉത്തരം എഴുതാം. ഡെമോക്രസി എന്ന പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് ആ ഒരു പോയിന്റ് ചോദിച്ചാൽ എഴുതാമല്ലോ. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് അത് എഴുതുന്നില്ല. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ടിനും കൾച്ചറിനുമാണ് വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യം നൽകിയത്. ബോയ്സ് ഹാഡ് 2 years ഓഫ് കമ്പൾസറി മിലിറ്ററി സർവീസ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധമായിട്ടുള്ള മിലിറ്ററി സർവീസ് ഉണ്ടാവും. ഏതൻസ് ഹാഡ് എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററിയും നേവിയും ഉണ്ട്. നെക്സ്റ്റ് സ്പാർട്ടയെ കുറിച്ചാണ്. എഡ്യൂക്കേഷൻ ഗേവ് ഇമ്പോർട്ടൻസ് ടു മിലിറ്ററി ട്രെയിനിങ്. ദ മെയിൻ എയിം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ടു ട്രെയിൻ ബ്രേവ് ആൻഡ് ഡിസിപ്ലിൻഡ് സോൾജേഴ്സ്. സ്പാർട്ട ഗേവ് ഇമ്പോർട്ടൻസ് ടു ട്രഡീഷണൽ വാല്യൂസ്. പരമ്പരാഗത മൂല്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകിയത്. ഇനി ബി ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ആൻഷ്യന്റ് ഗ്രീസ് ഫ്രം ദി ഓപ്ഷൻസ്. താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഗ്രീസിനെ കുറിച്ച് ശരിയായിട്ടുള്ളത് എടുത്ത് എഴുതാനാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ. ഒളിമ്പിക്സ് ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഗ്രീസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്.
അടുത്തത് ക്വസ്റ്റ്യൻ 2. ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. ചോദ്യം ഇതാണ്: ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. റൈറ്റ് ദം ഇൻ കറക്റ്റ്. താഴെ നിങ്ങൾക്ക് ഹ്യൂമൻ എവല്യൂഷൻ്റെ സ്റ്റേജസും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും തെറ്റായ ഓർഡറിൽ നൽകിയിട്ടുണ്ട്. അത് ശരിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ 10ാമത്തെ പേജിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിത് കറക്റ്റ് ചെയ്യാം. ഹോമിനിഡ്സ് വാൾക്ക്ഡ് ഓൺ 2 legs ആണ്. ഹോമിനോയിഡ്സ് വാൾക്ക്ഡ് ഓൺ 4 legs ആണ്. ഹോമോ ഇറക്റ്റസ് അപ്രൈറ്റ് ഹ്യൂമൻസ് ആണ്. ഹോമോ ഹെബിലിസ് ടൂൾ മേക്കേഴ്സ് ആണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1D, 2C, 3B, 4A. ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ കാണാം. വാട്ട് വേർ ദി ഡെവലപ്മെന്റ്സ് ഇൻ ഹ്യൂമൻ ലൈഫ് വെൻ ദേ മൂവ്ഡ് ഫ്രം മെസോളിത്തിക് ടു നിയോളിത്തിക് പീരീഡ്. റൈറ്റ് എ നോട്ട് ഓൺ. മിസോളിത്തിക് പീരീഡിൽ നിന്നും നിയോളിത്തിക് പീരീഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 11 മിസോളിത്തിക് ഏജിനെ കുറിച്ചും നിയോളിത്തിക് ഏജിനെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്കിതൊന്ന് വായിക്കാം. ഇതാണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മെസോളിത്തിക് ഏജിൽ യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ് ആണ്. ചെറിയ കട്ടില്ലാത്ത സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസ് ആണ് ഉപയോഗിച്ചത്. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. കഴിക്കാൻ പറ്റിയിട്ടുള്ള പുല്ലും ഫിഷും ആണ് കഴിച്ചിരുന്നത്. എഡിബിൾ ഗ്രാസസ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള പുല്ല് എന്നാണ്. എനിമൽ സ്കിന്ന്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. വസ്ത്രമായിട്ട് എനിമൽസിൻ്റെ മൃഗങ്ങളുടെ തൊലി, പിന്നെ മരത്തിൻ്റെ ഇലകൾ, ബാർക്ക് ഓഫ് ട്രീസ് മരത്തിൻ്റെ തൊലികൾ, ഇവയൊക്കെയാണ് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഇനി നിയോളിത്തിക് ഏജിലേക്ക് വരുമ്പോൾ യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. കൂടുതൽ പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ്, ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, കൃഷി തുടങ്ങി. ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. ഈ വീല് ചക്രം കണ്ടുപിടിച്ചു. എന്നിട്ട് പോട്ടറി എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. സോ ഈ 2 ഏജിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ട് ഇതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഈ പോയിന്റ്സ് ഒക്കെയാണ് നിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടും മിസോളിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വേറൊരു കാലത്തിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന്, മൺഡേയുള്ള എക്സാമിന് ചിലപ്പോൾ ആ ഒരു ഏജിനെ കുറിച്ച് ചോദിച്ചേക്കാം. നിങ്ങൾ അതും കൂടി പഠിച്ചു വെക്കണം. അത് പാലിയോളിത്തിക് ഏജ് ആണ്. അത് ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ്. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ് ആണ്. മിനുസമില്ലാത്ത പരുക്കനായിട്ടുള്ള കല്ലുകളാണ് ടൂളായിട്ട് ഉപയോഗിച്ചത്. ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് ദി മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ശേഖരണവും വേട്ടയാടലും ഉപജീവനത്തിന്റെ മാർഗമായി. സോ ഇതാണ് പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് പറയുന്നത്. ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. ഇനി 3ാമത്തെ ചോദ്യമാണ്. ഇൻ ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വെർ ഫോംഡ് സെന്റേർഡ് അറൗണ്ട് റിവർ. ബ്രോൺസ് ഏജിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ തന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത് എന്നാണ്. ശരിയല്ലാത്തത് ഏതെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ് ആണ്. ശരിയാണ്. ഓപ്ഷൻ ബി, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടാമിയൻസ് ഈസ് നോൺ ആസ് സാക്രഡ് റൈറ്റിംഗ്. അത് തെറ്റാണ്. മെസപ്പൊട്ടാമിയൻസിൻ്റെ റൈറ്റിങ്ങിനെ നമ്മൾ ക്യൂണിഫോം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് ബി ചോദ്യമാണ്. എക്സാമിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഗിവൺ സിവിലൈസേഷൻ ആൻഡ് അറേഞ്ച് ദം ഇൻ ദി ടേബിൾ കറക്റ്റ്ലി. താഴെ തന്നിട്ടുള്ള സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ആണ് നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുള്ളത്. പേജ് നമ്പർ 17 മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദ വേർഡ് മെസപ്പൊട്ടാമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. നദികൾക്കിടയിലെ ലാൻഡ് എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്നത്. ദ റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദി യുഫ്രേറ്റ്സ് ആൻഡ് ദി ടിഗ്രീസ് റിവേഴ്സ്. ടിഗ്രീസ് റിവേഴ്സിന്റെയും യുഫ്രേറ്റ്സിന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു റീജിയൻ ഉള്ളത്. ദ റീജിയൻ ഈസ് പ്രസന്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഇത്
ഇറാഖിൻ്റെ ഒരു ഭാഗമാണ്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ വിച്ച് വെയർ സുമേറിയൻ, ബാബിലോണിയൻ, അഷീറിയൻ, ചാൽഡിയൻ. ഇത് 4 കൂടി ഉൾപ്പെട്ടതാണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പേജ് നമ്പർ 16 ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഇൻ നൈൽ വാലി. നൈൽ വാലിയിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വളർന്നത്. ദ മെയിൻ സിറ്റി ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കെയ്റോ. കെയ്റോ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട നഗരം. ദ ഈജിപ്ഷ്യൻ കിങ് വേർ നോൺ ആസ് ഫെറോസ്. ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫെറോസ് എന്നാണ് വിളിക്കപ്പെട്ടത്. ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് പിരമിഡ്സ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പിരമിഡ്സ് ആണ്. അഗ്രികൾച്ചർ വാസ് ദി മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബുണ്ടൻലി ഇൻ നൈൽ റിവർ ബാസിൻ. നൈൽ നദീ തീരത്താണ് ഇതൊക്കെ, മില്ലറ്റ്സും ഫ്രൂട്ട്സും ഫ്ലാക്സും ഒക്കെ ഒരുപാട് ഇത് ഉണ്ടായി എന്നാണ്. അബ്യുഡൻലി എന്ന് പറഞ്ഞാൽ, ഗ്രൂ അബിഡൻലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായി എന്നാണ്. ദിസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി സിവിലൈസേഷൻ ഇൻ നൈൽ വാലി. ഈ ഒരു കാർഷിക സമൃദ്ധി ഈ തീരത്തെ സിവിലൈസേഷന്റെ വികസനത്തിന് കാരണമായി. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ആസ് ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്റ്റ് വിളിക്കപ്പെടുന്നത് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ്, നൈലിന്റെ സമ്മാനം. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാലോ? ഇപ്പോൾ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനും കുറച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? നമുക്കിനി ഇത് പോയിന്റ്സ് വേർതിരിക്കാം. ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്. നദിക്കിടയിലെ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് ആ ഒരു പോയിന്റ്. അടുത്തത് സിറ്റി ഓഫ് കെയ്റോ എന്നറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ആ പോയിന്റ് അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അടുത്തത് ദ ലൂനാർ കലണ്ടർ എന്നാണ്. അത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെതാണ്. അത് അവിടേക്ക് ആ പോയിന്റ് എടുത്ത് എഴുതണം. ദി ഗിഫ്റ്റ് ഓഫ് നൈൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ദി ഗിഫ്റ്റ് ഓഫ് നൈൽ വരുന്നത്. ദ സിറ്റി ഓഫ് ലഗാഷ് അത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണ് വരുന്നത്. പിന്നെ പിരമിഡ്സ് അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് വരുന്നത്. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ാണ് നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 3 ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഓഫ് ദി റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്ന റൈറ്റിംഗ് സിസ്റ്റം നോക്കാനാണ്. റൈറ്റ് ഡൗൺ ദി സിവിലൈസേഷൻ ദേ ആർ റിലേറ്റഡ് ടു. ഇത് ബന്ധപ്പെട്ടിട്ടുള്ള സിവിലൈസേഷന്റെ പേര് എഴുതുക. ആദ്യത്തേതാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അതേതാണ്? മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെതാണ്. രണ്ടാമത്തത് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആണ്. ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെതാണ്. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 സ്ക്രിപ്റ്റ്. ഈ 2 സ്ക്രിപ്റ്റിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഒരു കമ്പയർ ചെയ്തുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 15 പറയുന്നുണ്ട് ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട്. ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് സുമേറിയൻസ് ആണ്. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്പ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇത് വെഡ്ജ് ഷേപ്പ്ഡ് ആണ്. അതായത് ഇതിന്റെ ഷേപ്പ് ചിത്രത്തിൽ നോക്കിക്കേ, അതാണ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലിപിയാണ്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഇത് കളിമണ്ണ് ഫലങ്ങളിൽ എഴുതിയിരിക്കുന്നു. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. പണ്ട് കാലത്തുള്ള ഒരു കൂർത്ത പേന കൊണ്ടാണ് ഈ ഒരു കളിമണ്ണ് ഫലങ്ങളിൽ എഴുതിയിരുന്നത്. ഇത് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അത് പേജ് നമ്പർ 17 ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഹൈറോഗ്ലിഫിക് വാസ് ദി സ്ക്രിപ്റ്റ് ഓഫ് ദി ഏൻഷ്യന്റ് ഈജിപ്റ്റ്. പണ്ട് കാലത്തുള്ള ഈജിപ്തിലെ സ്ക്രിപ്റ്റ് ആണ് ഇത്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സാക്രഡ് റൈറ്റിംഗ്. ഹൈറോഗ്ലിഫിക്സിന്റെ അർത്ഥം വരുന്നത് ശുദ്ധമായിട്ടുള്ള എഴുത്ത് എന്നാണ്, സാക്രഡ് റൈറ്റിംഗ് എന്നാണ്. ദ സ്ക്രിപ്റ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ്. ഈ ഒരു എഴുത്ത് എന്ന് പറയുന്നത് സയൻസിൻ്റെയും ലെറ്റേഴ്സിൻ്റെയും കൂടിയിട്ടുള്ളതാണ്. മറ്റേത് നമ്മൾ പറഞ്ഞല്ലോ ചിത്രങ്ങളാണെന്ന്. ഇത് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് വലതിൽ നിന്ന് ഇടത്തോട്ടാണ് വായിക്കേണ്ടത്. സോ നമ്മളിവിടെ 2 സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ 4 ആണ്. ദ ഇമേജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ആർ നോൺ ആസ് ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. ഈ എർത്തിലുള്ള ഇമേജിനറി ലൈൻസിനാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സ് എന്നും ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയുന്നത്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ? ഇക്വേറ്ററിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് കണക്ട്സ് ദ പോൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇതാണ് ഇക്വേറ്ററിന്റെ ഫീച്ചർ അല്ലാത്തത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് പേജ് നമ്പർ 51 നൽകിയിട്ടുണ്ട്. ഇതേപോലെയാണ് നിങ്ങൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും ഒക്കെ അടയാളപ്പെടുത്തി ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. സ്റ്റേറ്റ് ഈസ് ദി ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഇതാണ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് ദം. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാനാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ശരിയാണ്. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദി റൈറ്റ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് സ്റ്റേറ്റ്. പിന്നെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് എ പെർമനന്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിറ്ററി ഈസ് എസെൻഷ്യൽ. സ്റ്റേറ്റിന്റെ നിലനിൽപ്പിന് പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരവും കൃത്യവുമായിട്ടുള്ള ഒരു ടെറിറ്ററി ആവശ്യമാണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ബി ചോദ്യം. ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസന്റ് ഇൻ ദി ഡിബേറ്റ് ഓൺ ദി സബ്ജക്ട് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എൻഷുറിംഗ് ദി വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ്. നിങ്ങളോട് ഡിബേറ്റിൽ എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് എഴുതാനാണ്. ടോപ്പിക് എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റിനുള്ള പങ്ക്. ഇതാണ് ടോപ്പിക്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റ്സിൽ കൊടുക്കാനായിട്ടുള്ള പോയിന്റ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദ ഗവൺമെന്റ് എൻഷുവേഴ്സ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിലുള്ള ആളുകളുടെ ക്ഷേമത്തിനായി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു. ഗവൺമെന്റ് അവരുടെ വെൽഫെയർ ഉറപ്പുവരുത്തുന്നു, ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41 പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, എൻഷുറിംഗ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഇൻ എ സ്റ്റേറ്റ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പോയിന്റ് നൽകി. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, ഗവൺമെന്റ് ഹെൽപ്സ് ടു കീപ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദി പീപ്പിൾ ആക്റ്റീവ്. സംസ്ഥാനവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ ഗവൺമെന്റ് സഹായിക്കുന്നു. പിന്നെ ഏതാം കോർഡിനേറ്റ് ദി റിസോഴ്സസ് ആൻഡ് ദി പീപ്പിൾ ദർ. അവിടെയുള്ള റിസോഴ്സസിനെയും ജനങ്ങളെയും ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. ഏതാം ഗവൺമെന്റ് ഈസ് എൻ ഏജൻസി ടു ഫോം ദി പോളിസീസ് ഓഫ് ദി സ്റ്റേറ്റ്, എക്സ്പ്രസ് ആൻഡ് എക്സിക്യൂട്ട് ദം. സംസ്ഥാനത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുകയും പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. പിന്നെ നമുക്ക് എഴുതാം, ദ ഗവൺമെന്റ് ഹാൻഡിൽസ് ലോ ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ, ഡിഫൻസ്, ഫോറിൻ റിലേഷൻസ്, റോഡ്സ്, ബ്രിഡ്ജസ്, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് ദി ലൈക്ക്. പിന്നെ ഗവൺമെന്റ് ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഏത് എഡ്യൂക്കേഷനും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഡ്രിങ്കിങ്ങും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് റോൾ ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതി കൊടുത്താൽ മതി. ആദ്യത്തെ പോയിന്റ്സ്, മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ, നിയമവും ക്രമവും നിലനിർത്തുന്നു. എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഉറപ്പാക്കുന്നു. പ്രൊവൈഡ്സ് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, പ്രതിരോധവും സുരക്ഷവും ഉറപ്പാക്കുന്നു. മെയിൻറ്റെയിൻസ് ഫോറിൻ റിലേഷൻസ്, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുന്നു. പ്രൊവൈഡ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. ഫോംസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ദി പോളിസീസ് ഓഫ് ദി സ്റ്റേറ്റ്, സംസ്ഥാനത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ൽ എയും 6ൽ ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം 6ലെ എ ചോദ്യം നോക്കാം. ബുദ്ധിസം ആൻഡ് ജൈനിസം വർ ദി ടു ഫിലോസഫീസ് എമേർജ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 ഫിലോസഫീസ് ആണ് ബുദ്ധിസവും ജൈനിസവും. ചോദ്യം ഇതാണ്, അക്കോർഡിംഗ് ടു ജൈനിസം വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ത്രിരത്ന. ത്രിരത്നയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജൈനിസവുമായി ബന്ധപ്പെട്ട് ഏതാണ് എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ജൈനിസത്തിൽ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ ആണ് ത്രിരത്ന എന്ന് പറയുന്നത്. ഏതാണ് വരുന്നത് ഓപ്ഷൻസിൽ? ഓപ്ഷൻ സി ആണല്ലേ, റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. അതാണ് ശരിയായിട്ടുള്ളത്.
Complete the table including the two features of the ideals of Buddhism and Jainism. ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഫീച്ചേഴ്സ് എഴുതി താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. ജൈനിസത്തിൽ ഓൾ തിങ്സ് ഹാവ് ലൈഫ്. പിന്നെ ബുദ്ധിസത്തിൻ്റെതാണ് ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. പേജ് നമ്പർ 35 പറയുന്നുണ്ട് ഐഡിയൽസ് ഓഫ് ബുദ്ധിസം. ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ, കളവ് പറയരുത്. ബി ഹോണസ്റ്റ്, സത്യസന്ധരായിട്ടിരിക്കുക. ഡു നോട്ട് കവറ്റ് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് മറച്ചു വെക്കരുത്. ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ബുദ്ധിസത്തിന്റെ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇവിടെ പേജ് നമ്പർ 35 ഐഡിയൽസ് ഓഫ് ജൈനിസം പറയുന്നുണ്ട് ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ ജീവികൾക്കും, എല്ലാ വസ്തുക്കൾക്കും ലൈഫ് ഉണ്ട്, ജീവനുണ്ട്. നോ ലിവിങ് തിങ് ഷുഡ് ബി ഹാംഡ്, ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, കളവ് ചെയ്യരുത്, കള്ളത്തരം പറയരുത്. പിന്നെ പ്രാക്ടീസ് റൈറ്റ് ടു ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഇത്രയുമാണ് ഐഡിയൽസ് ഓഫ് ജൈനിസം വരുന്നത്. ഇത് രണ്ടും പഠിച്ചു വെക്കുക. അടുത്തത് 6 ബി ചോദ്യമാണ്. മഗധ എമേജ്ഡ് ആസ് എ പ്രോമിനന്റ് പവർ എമംഗ് ദി 16 മഹാജനപദാസ് വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദാസിന്റെ 16 മഹാജനപദാസിന്റെ ഏറ്റവും വലിയ ശക്തിയായത് മഗധയായിരുന്നു. ചോദ്യം ഇതാണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദി ഗ്രോത്ത് ഓഫ് മഗധ? പ്രിപ്പയർ എ നോട്ട്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 33 പറയുന്നുണ്ട് ഇതിന്റെ ആൻസേഴ്സ്. ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഗ്രോത്ത് ഓഫ് മഗധ. മഗധയുടെ വളർച്ചയ്ക്ക് നയിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഈ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. നല്ല പവർഫുൾ ആയിട്ടുള്ള ശക്തിയേറിയ റൂളേഴ്സും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി ആയിരുന്നു. പ്രസൻസ് ഓഫ് അയേൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയേൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. പിന്നെ പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദി ഗാംഗസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് മഗധ? റൈറ്റ് ദം. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ മഗധയുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധപ്പെടാത്തത്, ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിയല്ലാത്തത് പട്ടാലിപുത്ര സെർവ്ഡ് ആസ് ദി ഏർലിയർ ക്യാപിറ്റൽ ഓഫ് മഗധ. രണ്ടാമത്തെ പോയിന്റ് ആണ് ശരിയല്ലാത്തത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മഗധയുടെ ആദ്യകാല സംസ്ഥാനമായിരുന്നു പട്ടാലിപുത്ര എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സോ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു പേപ്പറിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് വരെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 മുതൽ ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.